നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താൻ വന്നത് ആശ്വസിപ്പിക്കാനാണോ അതോ എൻ്റെ അവസ്ഥയിൽ വേദന ഉണ്ടെന്ന് പറയാനോ? ആരുടെയും കണ്ണീർ വാക്കുകൾക്ക് ഞാൻ ചെവി കൊടുക്കുന്നില്ല. വരുന്നവരുടെ എല്ലാം കണ്ണീർ വാക്കുകൾ കൊണ്ട് എൻ്റെ ഞരമ്പുകൾ വരെ മരവിച്ച അവസ്ഥയാണ്. സങ്കടക്കടലുകൾ കാണാനും താങ്ങാനും എനിക്ക് മനസ്സില്ല. നീ അർജുനെ വിളിച്ചോണ്ട് പോ. വിഷ്ണു, ആരെ ബോധിപ്പിക്കാൻ വേണ്ടി നീ കാണിച്ചു കൂട്ടുന്നേക്കെ? നമുക്കിങ്ങനെ കിടന്നാൽ മതിയോ? ചന്ദ്രബോസും നോൺ വൈലബിൾ കണ്ടുകൊണ്ട് കളത്തിലിറങ്ങിയപ്പോ നമ്മൾ അതിൻ്റെ അപ്പുറം കണ്ടുകൊണ്ട് കളത്തിലിറങ്ങണം. നമ്മൾ അതിൻ്റെ അപ്പുറം കണ്ട് കളത്തിലിറങ്ങണം. നിനക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് ഞാനാ. അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ എനിക്കറിയണം. അതിനാ ഞാൻ വന്നത്. അർജുൻ, കാർത്തിയെ ഞാൻ കൊല്ലാൻ ആളെ ഏർപ്പാടാക്കി. അവളെ അവിടെ ഞാൻ പറഞ്ഞതുപോലെ കാറി വെച്ച് കത്തിച്ചു. നെട്ടൂര് പാലത്തിന്റെ താഴെ വെച്ച് പ്രതികളാക്കപ്പെട്ടവര് സമ്മതിച്ചു കഴിഞ്ഞതാ. വിഷ്ണു, അത് കള്ളമാണെന്ന് കോടതിയെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഡിഫൻസ് വക്കീൽ എന്ന നിലയിൽ എന്റെ ചുമതലയാണ്. അത് ഭംഗിയായിട്ട് ചെയ്യാൻ എന്നെ അനുവദിക്കണമെന്ന് പറയാനും ഈ ജാമ്യാപേക്ഷ ഒപ്പിടിക്കാനോ ഞാൻ വന്നത്. ഇതിലൊന്ന് ഒപ്പിടും. ഇവിടെ നിറക്കാൻ വേണ്ടി വക്കാലത്ത് ഏൽപ്പിച്ചതാരാ? എന്റെ അമ്മയല്ലേ? ആ അമ്മയോട് അർജുൻ പോയി പറയണം ഈ വിഷ്ണുവിന് ജാമ്യം വേണ്ടെന്ന്. കോടതിയിൽ കുറ്റം ചെയ്ത് ഞാനടന്ന് സ്വയം ഏറ്റു പറഞ്ഞ് ശിക്ഷ വാങ്ങാൻ തയ്യാറാണെന്ന്. വിഷ്ണു, പുറത്തു നിൽക്കുന്നതിനേക്കാൾ സുഖാടോ അകത്ത് കിടക്കാൻ. കോടതിയിൽ നിന്ന് ശിക്ഷിക്കപ്പെട്ട ബാക്കി ജീവിതം ചെയ്യില്ല. പുറത്തൊന്നും ചെയ്യാനില്ലാതെ ജീവിതം ഒരു ചോദ്യചിഹ്നമായിട്ട് കണ്ടു നിൽക്കുന്നേക്കാൾ എത്രയോ ഭേദമാ. എത്രയോ പേര് ജയിലിൽ പാറ പൊട്ടിച്ചോ ചപ്പാത്തി ഉണ്ടാക്കിയോ കഴിയുന്നത്. ആരെയും ചോദ്യത്തിന് മറുപടി പറയണ്ടല്ലോ. സ്നേഹിക്കുന്നവരുടെ കണ്ണീരും വേണ്ട. എന്റെ അമ്മയോടൊപ്പം ആ വീട്ടിൽ കഴിയുന്നതിനേക്കാൾ ഭേദം ജയിലിൽ കഴിയുന്നതാ. ചെന്ന് പറഞ്ഞേക്ക് ഞാൻ ജാമ്യാപേക്ഷയിൽ ഒപ്പിടില്ലെന്ന്. വിഷ്ണു ബ്രോ, എന്തൊക്കെയായി പറയുന്നത്? ശാലിനി ബ്രോയെ പുറത്തിറക്കാൻ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ആ കണ്ണീര് കണ്ടിട്ടെങ്കിലും. അതെ, ആ കണ്ണീരാ എന്നെ ഉടലോട് നിർത്തിയങ്ങ് തേപ്പിക്കുന്നേ. അവളെ ഒന്ന് കാണാനോ ഒരു ആശ്വാസമൊക്കെ പറയാനോ നമ്മൾ അമ്മ എന്നെ സമ്മതിച്ചോ? ശാലിനിയൊത്തുള്ളൊരു ജീവിതം നമ്മുടെ അമ്മ എനിക്ക് തരില്ല. പിന്നെ ഞാൻ എന്തിനാടാ ജാമ്യത്തിന് പുറത്തിറങ്ങുന്നേ? ഇത് ലോക്കപ്പ് അതും ലോക്കപ്പ്. എന്നാ പിന്നെ ഇവിടെ തുടർന്ന് തന്നെ നല്ലത്. എടാ, നീയാണെങ്കിൽ ഇങ്ങനെയല്ലേ ചെയ്യൂ അല്ലേ? എന്റെ തീരുമാനങ്ങൾക്ക് ഒരു മാറ്റമില്ല. നിങ്ങൾക്ക് പോവാം. പിന്നെ ഈ പേരും പറഞ്ഞ് മേലെ ആരും എന്നെ കാണാൻ വന്നേക്കരുത്. വിഷ്ണു, ഇനി തനിക്കെന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടാണോ? അളിയ, കൊലക്കയറ് സ്വപ്നം കണ്ടു കിടക്കുന്ന പ്രതിക്ക് ആര് വാദിച്ചാൽ എന്താ, ആര് വാദിച്ചില്ലെങ്കിൽ എന്താ? ആശ നശിച്ചവന്റെ മുന്നിൽ വലിയവരോ ചെറിയവരോ അങ്ങനെ ഒരു ചിന്തയും വരുന്നില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്റെ വിധി. ജീവിക്കണമെങ്കിൽ ശാലിനിയൊത്തുള്ള ജീവിതം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.